കേരളത്തിലെ മനസാക്ഷി നടുക്കിയ മറ്റൊരു ആൾക്കൂട്ട കൊലപാതകത്തിനാണ് പാലക്കാട് വാളയാറിനടുത്തുള്ള അട്ടപ്പടം സാക്ഷ്യം വഹിച്ചത്. അതിഥി തൊഴിലാളിയായ രാമനാരായണൻ എന്ന പാവ മനുഷ്യൻ അതിക്രൂരമായി കൊല്ലപ്പെട്ട വാർത്ത പുറത്തു വന്നപ്പോൾ പതിവ് പോലെ അതിന് രാഷ്ട്രീയ നിറം നൽകാനും വംശീയ വിദ്വേഷത്തിന്റെ മുദ്ര കുത്തി രാഷ്ട്രീയ ലാഭമുണ്ടാക്കാനും ശ്രമിച്ച ഭരണപക്ഷത്തിന് സ്വന്തം പോലീസ് തന്നെ നൽകിയ റിപ്പോർട്ട് ഇപ്പോൾ കനത്ത തിരിച്ചടിയായിരിക്കുകയാണ്. ഒരു ക്രിമിനൽ കുറ്റകൃത്യത്തെ രാഷ്ട്രീയ അജണ്ടയായി മാറ്റാൻ ശ്രമിക്കുമ്പോൾ കുറ്റവാളികളുടെ പട്ടികയിൽ സ്വന്തം പാർട്ടി അണികൾ കൂടി ഉൾപ്പെടുന്നത് ഭരണകൂടത്തെ എങ്ങനെ പ്രതിരോധത്തിലാക്കുന്നു എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് വാളയാർ കേസ്. ഉത്തരേന്ത്യയിൽ നിന്ന് ഉപജീവനത്തിനായി കേരളത്തിലെത്തിയ രാമനാരായണൻ എന്ന തൊഴിലാളിയെ മോഷണക്കുറ്റം ആരോപിച്ചാണ് ഒരു സംഘം ആളുകൾ വളഞ്ഞിട്ട് തല്ലിയത്. ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനോട് ചെയ്യാൻ കഴിയുന്നതിന്റെ പരമാവധി ക്രൂരതയാണ് ഇവിടെ അരങ്ങേറിയതും. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ കണ്ടെത്തലുകൾ കേരളം കേട്ടതിൽ വെച്ച് ഏറ്റവും ഭയാനകമാണ്. കൊല്ലപ്പെട്ട രാമനാരായണന്റെ ശരീരത്തിൽ മർദ്ദനമേൽക്കാത്ത ഒരു ഇഞ്ച് സ്ഥലം പോലും ഇല്ലെന്ന് റിപ്പോർട്ട് അടിവരയിടുന്നു. തല മുതൽ കാൽപാദം വരെ 40-ലധികം മാരകമായ മുറിവുകളാണ് ആ ശരീരത്തിൽ ഉണ്ടായിരുന്നത്. വാരിയലുകൾ പലതും തകർന്നു പോയിരിക്കുന്നു. വടികൊണ്ടും മരക്കഷ്ണങ്ങൾ കൊണ്ടും നിരന്തരം അടിച്ചും ബൂട്ടിട്ട കാലുകൾ കൊണ്ട് മുഖത്താഞ്ഞു ചവിട്ടിയും നടത്തിയ ആ മർദ്ദനം ഒരു മനുഷ്യനെ ജീവനോടെ കൊലപ്പെടുത്തുക എന്ന ഒരൊറ്റ ലക്ഷ്യത്തോടെയായിരുന്നു. തലയ്ക്കുള്ളിലുണ്ടായ കടുത്ത രക്തസ്രാവമാണ് മരണത്തിന്റെ പ്രധാന കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. നീതി തേടി അന്യ സംസ്ഥാനത്ത് നിന്നെത്തിയ ഒരാൾക്ക് നൽകിയ ഈ ക്രൂരമായ മരണം കേരളത്തിന്റെ പ്രബുദ്ധതയ്ക്ക് വലിയൊരു ചോദ്യചിഹ്നമായി മാറി. കൊലപാതകം നടന്ന ഉടൻ തന്നെ യാതൊരു അന്വേഷണത്തിനും കാത്തു നിൽക്കാതെ CPM സംസ്ഥാന നേതൃത്വം ഇതിന് രാഷ്ട്രീയ നിറം നൽകാൻ തിടുക്കം കാണിച്ചു. മന്ത്രി MP രാജേഷും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും ഈ കൊലപാതകത്തെ RSSന്റെ വംശീയ വിദ്വേഷ രാഷ്ട്രീയത്തിന്റെ വിളവെടുപ്പായാണ് വിശേഷിപ്പിച്ചത്. കേരളത്തിലെ ഉത്തരേന്ത്യൻ മോഡൽ ആൾക്കൂട്ട കൊലകൾ RSS നടപ്പിലാക്കുകയാണെന്നും വംശീയ വിഷം ചീറ്റുന്നവരാണ് ഇവരെന്നും MV ഗോവിന്ദൻ ആവർത്തിച്ചു പറഞ്ഞു. പ്രതികൾക്ക് CPM ബന്ധം ഉണ്ടായിരുന്നുവെങ്കിൽ മാധ്യമങ്ങൾ അത് ആഘോഷിക്കുമായിരുന്നുവെന്നും മന്ത്രി MP രാജേഷ് പരിഹസിച്ചു. സംഘപരിവാർ അജണ്ടയാണ് ഇതിന് പിന്നിലെന്നും പ്രതികളെല്ലാം BJP അനുഭാവികളാണെന്നും വരുത്തി തീർക്കാൻ പാർട്ടി സംവിധാനങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ വലിയ പ്രചാരണം അഴിച്ചുവിട്ടു. എന്നാൽ സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് പുറത്തു വന്നതോടെ ഈ തിരക്കഥകളെല്ലാം ചീട്ടുകൊട്ടാരം പോലെ തകരുകയായിരുന്നു. പോലീസ് നടത്തിയ ശാസ്ത്രീയ അന്വേഷണത്തിനൊടുവിൽ 5 പേരെയാണ് പിടികൂടിയത്. ഇതിൽ 4 പേർ BJP അനുഭാവികളാണെന്ന കണ്ടെത്തൽ CPMന് ആശ്വാസം കണ്ടെത്തിയെങ്കിലും 4ാം പ്രതിയായ ആനന്ദന്റെ രാഷ്ട്രീയ പശ്ചാത്തലം പുറത്തു വന്നതോടെ കളി മാറി. ആനന്ദൻ പ്രദേശത്തെ സജീവ CITU പ്രവർത്തകനാണെന്ന് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് സ്ഥിരീകരിച്ചു. തന്റെ പാർട്ടിക്കാരൻ പ്രതിപട്ടികയിൽ ഉണ്ടെന്നറിഞ്ഞതോടെ മന്ത്രി രാജേഷും MP ഗോവിന്ദനും വെട്ടിലായി. വംശീയ രാഷ്ട്രീയത്തിന്റെ പേരിൽ BJP മാത്രം കുറ്റപ്പെടുത്തി വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ട CPMന് സ്വന്തം പോഷക സംഘടനയായ CITUവിന്റെ ഒരു നേതാവ് ഈ ആൾക്കൂട്ട കൊലയിൽ പങ്കാളിയായെന്ന വസ്തുത ഉൾക്കൊള്ളാൻ കഴിയുന്നതായിരുന്നില്ല. പ്രതികളിൽ BJP അനുഭാവികളും CITUക്കാരനും കൈകോർത്ത് നടത്തിയ ഈ ക്രൂരത വാളയാറിലെ ലഹരി മാഫിയ സംഘങ്ങളുടെ രാഷ്ട്രീയത്തിനതീതമായ ബന്ധങ്ങളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. 4ാം പ്രതിയായ ആനന്ദന്റെ ചരിത്രം പരിശോധിച്ചാൽ രാഷ്ട്രീയത്തിനപ്പുറം ഒരു കൊടും ക്രിമിനലിന്റെ ചിത്രമാണ് തെളിയുന്നത്. വാളയാർ മേഖലകളിൽ ക്വാറി മണൽ മാഫിയകളുമായി ഇയാൾക്ക് അടുത്ത ബന്ധമുണ്ട്. മുൻപ് ലോറി ഡ്രൈവർമാരെ മർദ്ദിച്ചതിനും വഴി തടഞ്ഞതിനും ഇയാൾക്കെതിരെ നിരവധി കേസുകളുമുണ്ട്. ഗുണ്ടാ സംഘങ്ങളുടെ തണലിലാണ് ഇയാൾ CITU ലേബലിൽ വാളയാർ മേഖലയിൽ തന്റെ അധികാരം ഉറപ്പിച്ചിരിക്കുന്നത്. ഇയാൾക്കൊപ്പം ചേർന്ന മറ്റ് 4 പ്രതികളും ക്രിമിനൽ പശ്ചാത്തലമുള്ളവരാണ്. തമിഴ്നാട് അതിർത്തി കടന്നു വരുന്ന വാഹനങ്ങളിൽ നിന്നും പണം തട്ടുന്ന സംഘത്തിലും ഇവർക്ക് പങ്കുണ്ടെന്ന് പോലീസ് സംശയിക്കുന്നു. കൊലപാതകം നടക്കുമ്പോൾ പ്രതികളെല്ലാം കടുത്ത ലഹരിയിലായിരുന്നുവെന്നും ലഹരി ഉപയോഗമാണ് ഈ ക്രൂരതയ്ക്ക് പിന്നിലെ പ്രേരക ശക്തിയെന്നും പോലീസ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. പോലീസ് റിപ്പോർട്ട് പുറത്തു വന്നതോടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കടുത്ത അതൃപ്തിയിലാണെന്നാണ് സൂചന. ആഭ്യന്തര വകുപ്പിന്റെ പരാജയമാണ് ഇത്തരം ക്രിമിനൽ സംഘങ്ങൾ രാഷ്ട്രീയ പാർട്ടി ലേബലിൽ വളരാൻ കാരണമെന്ന വിമർശനം ഇതിനോടകം തന്നെ ഉയർന്നിട്ടുണ്ട്. ആദ്യം രാഷ്ട്രീയ നേട്ടം കൊയ്യാൻ ശ്രമിച്ച CPM ഇപ്പോൾ ഈ കേസിനെ രാഷ്ട്രീയത്തിൽ നിന്ന് അടർത്തി മാറ്റി പ്രാദേശിക ക്രിമിനലുകളുടെ പ്രവൃത്തിയായി മാത്രം കാണാൻ ജനങ്ങളെ നിർബന്ധിക്കുന്നു. പ്രതികളെ മുഴുവൻ RSS പട്ടികയിൽ കെട്ടിയിട്ട് പ്രതിരോധത്തിലാക്കാൻ ശ്രമിച്ച നീക്കം പാളിയതോടെ പോലീസിനെ ഉപയോഗിച്ച് ഡാമേജ് കൺട്രോൾ നടത്താനാണ് സർക്കാർ ഇപ്പോൾ ശ്രമിക്കുന്നത്. രാമനാരായണന്റെ കൊലപാതകം ഒറ്റപ്പെട്ട സംഭവമല്ല. കേരളത്തിൽ അതിഥി തൊഴിലാളികൾ നേരിടുന്ന അരക്ഷിതാവസ്ഥയുടെ പ്രതിഫലനം കൂടിയാണിത്. തൊഴിലാളികളുടെ പാർട്ടി എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന CPMന്റെ ഒരു പ്രവർത്തകൻ തന്നെ ഒരു പാവം തൊഴിലാളിയെ തല്ലിക്കൊല്ലാൻ മുന്നിട്ടിറങ്ങിയത് പാർട്ടിയുടെ അധംപതനമായാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. തൊഴിലാളി സമരങ്ങൾക്കും അവരുടെ അവകാശങ്ങൾക്കും വേണ്ടി നിലകൊള്ളേണ്ട സംഘടനകളുടെ പ്രവർത്തകർ ലഹരി മാഫിയകളുടെയും ഗുണ്ടാ സംഘങ്ങളുടെയും കൂട്ടുപിടിക്കുന്നത് കേരളത്തിന് സമാധാനപരമായി മുന്നോട്ട് പോകാൻ കഴിയാത്ത അന്തരീക്ഷം സൃഷ്ടിക്കുന്നു. വാളയാറിലെ ആൾക്കൂട്ട കൊലപാതകം ഒരു പാഠമാണ്. ക്രിമിനലുകൾക്ക് രാഷ്ട്രീയ നിറം നൽകി അവരെ വെള്ളപൂശാൻ ശ്രമിക്കുന്നത് നീതി നിർവഹണത്തെ അട്ടിമറിക്കലാണ്. രാമനാരായണന്റെ ശരീരത്തിലേറ്റ ഓരോ മുറിവും കേരളത്തിന്റെ ഭരണകൂടത്തിനും സാമൂഹിക വ്യവസ്ഥിതിക്കും എതിരെയുള്ള കുറ്റപത്രമാണ്. രാഷ്ട്രീയ ലാഭത്തിനായി വംശീയതയും വർഗീയതയും ആയുധമാക്കുന്നവർ സ്വന്തം അണികൾ തന്നെ കുറ്റവാളികളായി മാറുമ്പോൾ നിശബ്ദരാകുന്നതും ലജ്ജാകരമാണ്. ആനന്ദനെ പോലുള്ള ക്രിമിനലുകളെ സംരക്ഷിക്കുന്ന രാഷ്ട്രീയ സംഘടനകൾ നാടിന്റെ സുരക്ഷയ്ക്കാണ് ഭീഷണി ഉയർത്തുന്നത്. ഈ കേസിൽ കൃത്യമായ അന്വേഷണം നടത്തി രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ എല്ലാ പ്രതികളെയും മാതൃകാപരമായി ശിക്ഷിച്ചാൽ മാത്രമേ രാമനാരായണന് നീതി ലഭിക്കുകയുള്ളൂ.